ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായ വെള്ളരിക്ക കിച്ചടിയും ബീറ്റ്റൂട്ട് കിച്ചടിയും ഉണ്ടാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് പിന്നെയും ചെറിയ പീസാക്കി മുറിച്ചെടുക്കണം. കിച്ചടി ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ കിച്ചടി ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള വെള്ളരിക്ക എടുക്കാം. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മൾ കൂടുതലുണ്ടാക്കിയാലും അത് വേസ്റ്റായി പോവും. ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളരിക്ക മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു മുളകും കൂടി ഞാൻ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് സ്റ്റൗ ഓണാക്കി വയ്ക്കാം. അടച്ചു വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം അതിനുള്ള കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3.5 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക് എല്ലാം കൂടി ചേർത്ത് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ വെള്ളരിക്ക വെന്തോ നോക്കാം. കുറച്ചും കൂടെ വെള്ളമുണ്ട്. വെള്ളം ഒന്ന് വറ്റണം. കുറച്ച് നേരം കൂടെ വേവിക്കാം. ഇപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് അരച്ച് വെച്ച കൂട്ടിട്ട് കൊടുക്കാം. ഇതിലേക്ക് വേവിച്ച വെള്ളരിക്കയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കാം. തൈര് കൂടുതലായി കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവരുത്. കട്ട തൈര് തന്നെ ചേർക്കണം. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. കൂടുതൽ തിളച്ച് പോവരുത്. തൈര് ചേർത്തതുകൊണ്ട് തിളയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. നമുക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇത് നമുക്കിനി കിച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക കിച്ചടി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബീറ്റ്റൂട്ട് കിച്ചടി ഉണ്ടാക്കാം. ഞാനൊരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അതിനെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ബീറ്റ്റൂട്ട് നമുക്ക് ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്താൽ മതി. ഇനി ഇതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ കേൾക്കട്ടെ. ബീറ്റ്റൂട്ട് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 4-5 വിസിൽ കേൾക്കണം.
ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2 പച്ചമുളക് ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. കിച്ചടിക്ക് നമ്മൾ വെള്ളരിക്ക കിച്ചടിയും ബീറ്റ്റൂട്ട് കിച്ചടിയും ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് കൂട്ടരച്ചെടുത്താൽ മതി. എന്നിട്ട് അതിനെ നമുക്ക് 2ആയിട്ട് ആക്കിയെടുക്കാം. കുറച്ച് കൂടുതൽ അരച്ചെടുത്താൽ മതി. ഇങ്ങനെ 2 പ്രാവശ്യം അരയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ ബീറ്റ്റൂട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം ഒഴിച്ച് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ബീറ്റ്റൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ നമുക്ക് കടുക് താളിച്ചെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും. ഇനി അരച്ച് വെച്ചിരിക്കുന്ന നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തൈര് ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് തിളച്ചാലും കുഴപ്പമില്ല. തൈര് നമ്മളിതിൽ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. പുളി കുറവാണെങ്കിൽ കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് കിച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇതിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഓണത്തിന് ബീറ്റ്റൂട്ട് കിച്ചടിയും വെള്ളരിക്ക കിച്ചടിയും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്